ഡാൻസ് സ്റ്റുഡിയോ ടീം ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, ഞെട്ടിച്ച് കളഞ്ഞു. സ്പെഷ്യലി ഇതിന്റെ ടോപ്പിലൊക്കെ പോയിട്ട് നിങ്ങൾ ചെയ്തത് ഞാൻ ടെൻഷൻ അടിച്ചു. അതിന്റെ ഇടയ്ക്ക് പ്രോ ആണെന്ന് തോന്നുന്നു, അവിടെ ഷിറെന്ന് പറഞ്ഞൊരു വരവ് വന്നു. അയ്യോ, ഒരു മിനിറ്റത്തേക്ക് ഞാൻ എന്റെ ശ്വാസം എവിടെയാ സ്ഥലം രണ്ടുപേര്? ഞാൻ പാലക്കാട്, ഇവൻ തിരുവനന്തപുരം തന്നെയാണ്. ആണ്. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ബ്രോന്റെ പേരെന്നാ? കുക്കു. കുക്കു. യെസ്, ഉണ്ണി. ഉണ്ണി. നിങ്ങൾ തമ്മിൽ എത്ര വർഷം പരിചയമുണ്ട്? അപ്പം ഒരു വർഷമേ ഉള്ളൂ. ആ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഇത്രയും സെറ്റായി, സിംഗായി, പോൾ ഡാൻസ് വരെ എത്തി നിൽക്കാണ്. ഓക്കെ, സൂപ്പർ. യെസ്, പക്രു ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? ഈ പോൾ ഡാൻസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇതിനു മുമ്പ് ഞാൻ കണ്ടതിലൊക്കെ ഈ തൂണ് കുറച്ചുകൂടെ വലുതായിരിക്കും, തടി കൊണ്ടുള്ള കുറച്ചും കൂടി ഗ്രിപ്പ് കിട്ടുന്ന, പിടുത്തം കിട്ടുന്ന സാധനമായിരിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാരോ ആയിട്ടുള്ള ഈ ഒരു ഇരുമ്പ് കമ്പിയിൽ വേറെ സപ്പോർട്ട് ഒന്നുമില്ല. അതെ, മുകളിലൊന്നും വേറെ അഡ്ജസ്റ്റ്മെന്റുകളൊന്നുമില്ല. വെറുതെ നിന്നിട്ട് താടി വരെ വെച്ചിട്ട് ചില സംഭവങ്ങൾ നിങ്ങളിവിടെ അവതരിപ്പിച്ചു. അതാണ് ക്ലാസ്. ഒരാൾക്ക് ഒരാളിലുള്ളൊരു വിശ്വാസമാണ് നമ്മളിവിടെ കണ്ട്. നിങ്ങളുടെ ആ സൗഹൃദവും നിങ്ങൾ തമ്മിലുള്ളൊരു സ്നേഹവും അതിനകത്ത് ആ മ്യൂസിക്കിനകത്തൂടെ നിങ്ങളുടെ ആ ഓരോരോ പൊസിഷൻസും ഒക്കെ ഭയങ്കര രസമായിരുന്നു. നിങ്ങൾ തന്നെയാണ് ഇത് കൊറിയോഗ്രാഫി ചെയ്തത്? അല്ല, വിപിൻ ചേട്ടൻ. വിപിൻ ചേട്ടനാണ് ഇത് കൊറിയോഗ്രാഫി ചെയ്തത്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് ഭംഗിയായിട്ടത് പ്രസൻറ്റ് ചെയ്തു. കൂളായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ചില സാധനങ്ങൾ കാണിച്ചു. അതിനകത്ത് ഒരെണ്ണം കാലേ മാത്രം നിന്നിട്ട് ഇതിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ചാഞ്ഞൊരു സാധനം നിന്നില്ലേ, ഇതിങ്ങനെ കിടന്നാടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അത് ഞങ്ങളുടെ ടെൻഷനാണോ നിങ്ങളുടെ ഹരം? അതെ, ഈ കുക്കു അല്ലേ ഇദ്ദേഹം അവിടെ നിന്നിട്ട് ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന് ഉണ്ണിയെ ബാലൻസ് ചെയ്യുന്ന ഒരു കയ്യിലല്ല, കാലുണ്ട്, ഒരു കാലേ മാത്രം, ഒരു കയ്യില് ഒരു കാടയിലൊക്കെ, അതായത് കൈക്കും കാലിനൊക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിടുത്തമില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഈ എല്ലോല ഇരിക്കുന്നു വിചാരിക്കണ്ട കേട്ടോ, അത് നല്ല ബലമുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള. കാരണം അത് നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടും ഇതിലുള്ള ആ ഒരു ഡെഡിക്കേഷനും ഒക്കെ നമുക്ക് മനസ്സിലായേ. രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. ഗംഭീരം. താങ്ക് യു സർ. സൂപ്പർ. യെസ്, ഞെട്ടിയിരിക്കുന്ന വിഷ്ണു ചേട്ടാ. ഗംഭീരമായിരുന്നു. നിങ്ങളുടെ കൈക്കൊക്കെ എന്താ പവറ്! കാരണം നേരെ റിവേഴ്സ് കയറിപ്പോണ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. തലകീഴായിട്ട് നിന്നിട്ട് കൈ താഴെ പിടിച്ച് മുകളിലേക്ക് കയറിപ്പോണം. ഗംഭീരമായിരുന്നു ചേട്ടാ. നമ്മളിങ്ങനെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കണമെന്ന് പറയാം, എപ്പോഴെങ്കിലും ഒന്ന് പാളിപ്പോരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് എല്ലാവരും ഈ പരിപാടികളൊക്കെ കാണുക. അടിപൊളി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഈ ഒരു കിടക്കാച്ചി പെർഫോമൻസിന് നമ്മുടെ മാസ്റ്റേഴ്സ് എത്ര സ്റ്റാർസ് ആണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? രണ്ടുപേർക്ക് ഇരട്ടി കൊടുത്ത പോലെ 4 സ്റ്റാർസ് ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. യെസ്, അപ്പോൾ വിഷ്ണു ചേട്ടാ പ്ലീസ് ജോയിൻ us. കാരണം വിഷ്ണു ചേട്ടനാണ് ഈ നക്ഷത്രങ്ങൾ കൊടുക്കേണ്ടത്. വിഷ്ണു, വേറെ കാര്യമുണ്ട്. വിഷ്ണു ഇപ്പൊ ചെയ്യാൻ പോണെന്ന് അറിയോ? അവനത് സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണെങ്കിലും നമ്മളത് പൊളിക്കണം. ഇവൻ ഇവിടെ വന്നിട്ട് നമ്മൾ ആ 4 സ്റ്റാർ മൊമെന്റോയും മറ്റേ ഷർട്ടിന്റെ ലണ്ടൻ ക്ലാസിക്കിന്റെ ഷർട്ടും കൊടുക്കണം. എങ്ങനെ അറിയോ? ഇവൻ അവിടെ അതിന്റെ പോളിന്റെ മേളിൽ കയറിയിട്ട് തല കുത്തി നിന്നിട്ട് ആണോ കാണാൻ ഞങ്ങൾ ആകാംക്ഷയുടെ കാത്തിരിക്കാണ്. കമോൺ പ്ലീസ്. അപ്പൊ കാലില് അവിടെ കൊളത്തി വെച്ചിട്ട് നിയോ ഡാൻസ് സ്റ്റുഡിയോ പാലക്കാടിന് ലഭിക്കുന്നു 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്ന ലേബൽ. കൺഗ്രാറ്റുലേഷൻസ്. തീർന്നിട്ടില്ല. ഇതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടുമുണ്ട്.